എടാ മുനീറേ, ഒരു തുള്ളി വെള്ളം നിനക്ക് ഞങ്ങൾ തരില്ലടാ. നീ ഇനി എവിടെയൊക്കെ പോയി ആരെയൊക്കെ കാലും കൈയും പിടിച്ചാലും ഞങ്ങളോട് കളിക്കില്ല എന്ന് നീയൊക്കെ എഴുതി ഒപ്പിട്ട് തരാതെ ഞങ്ങൾ ഇനി ഒരു തുള്ളി വെള്ളം തരില്ല. നയതന്ത്ര പ്രഹരം കൊടുത്ത് പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഇപ്പൊ അമിത്ഷാ രംഗത്തിറങ്ങുകയാണ്. എന്തായിരിക്കും ഇനി സംഭവിക്കുന്നത്? അമിത്ഷാ ഇത് ആദ്യമായിട്ടല്ല, നേരത്തെ 2 തവണ രംഗത്തിറങ്ങിയിരുന്നു. പക്ഷെ അപ്പോ പാകിസ്ഥാന്റെ മാപ്പപേക്ഷ വന്നില്ലായിരുന്നു. പാകിസ്ഥാന്റെ മാപ്പപേക്ഷ വന്നു കഴിഞ്ഞിട്ടും അമിത്ഷാ ഒന്നുകൂടി രംഗത്തിറങ്ങി അവിടെ നടക്കില്ല. അതായത് ഈ സിന്ധു നദീജല കരാറിന് പുനഃപരിശോധിക്കുന്ന പ്രശ്നമേ ഇല്ല, പാകിസ്ഥാന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കില്ല എന്ന നിലപാട് അമിത്ഷാ ആവർത്തിക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാപ്പപേക്ഷ എന്ന് പറയുന്നത്. പാകിസ്ഥാന്റെ ജലവിഭവ വകുപ്പ് മന്ത്രാലയം ഇന്ത്യയുടെ ജലവിഭവ വകുപ്പ് മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു. ഒന്നല്ല, പലതവണ കത്തെഴുതിയിരുന്നു. അതിലെല്ലാം ആവശ്യപ്പെടുന്നത് ഇവിടെ ഈ നദീജല കരാർ റദ്ദാക്കിയത് പുനഃപരിശോധിക്കണം. പാകിസ്ഥാനിൽ വലിയ കുടിവെള്ളക്ഷാമമുണ്ട്, കൃഷി വല്ലാതെ നശിക്കുന്നു, അതുകൊണ്ട് ഇത് ഒരു അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന തരത്തിലാണ് അവർ കത്തയച്ചത്. അപ്പോൾ ഇവിടെ ഈ ജലവിഭവ വകുപ്പ് മന്ത്രാലയം ഈ കത്ത് നേരെ എടുത്ത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് കൊടുത്തു. അപ്പോൾ ഈ കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് തന്നെയാണ്. അതിൻ്റെ കാരണവും പറഞ്ഞിട്ടുണ്ട്. അതായത് പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ ഈ ഒരു കരാറിൽ ഏർപ്പെട്ടത് ഒരു സൗഹൃദത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. എന്നാൽ പാകിസ്ഥാൻ ആ കരാറിൻ്റെ അന്തസത്ത പാലിക്കാൻ തയ്യാറായിട്ടില്ല. അവർ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇന്ത്യക്ക് നിരന്തരം ഭീകരവാദം ഉപയോഗിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങുന്നു എന്നുള്ളതാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു നിലപാട് നമ്മളെടുത്തു, വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകാൻ അനുവദിക്കില്ല എന്നുള്ളത്. അത് മാത്രമല്ല, ഈ കരാറ് കാലഹരണപ്പെട്ടതാണെന്നാണ് ഇന്ത്യയുടെ നിലപാട്. കാര്യം 1960 എഴുതപ്പെട്ട ഈ കരാറിനനുസരിച്ച് അന്നത്തെ സാഹചര്യങ്ങൾ പ്രകാരമാണ് ഈ കരാർ എഴുതപ്പെട്ടത്. ഈ കരാർ പ്രകാരം സിന്ധു നദിയിലെ 80% വെള്ളവും പാകിസ്ഥാനാണ് ഇപ്പോൾ വിനിയോഗിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഭൗതിക സാഹചര്യം മാറി. നിലവിൽ നമുക്ക് നമ്മുടെ ജനസംഖ്യാനുപാതികമായി കൃഷി വർദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ ജലവൈദ്യുത പദ്ധതികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യം കൂടി. അപ്പോൾ അതനുസരിച്ച് ഈ കരാർ പുനഃപരിശോധിക്കണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ട് 2 വർഷമായിട്ട് നിരന്തരം കത്തുകൾ അയക്കുന്നു. പാകിസ്ഥാൻ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ഇതുകൂടാതെ ഈ സിന്ധു നദീജല കരാറിൽ ഉൾപ്പെട്ടിട്ടുള്ള അണക്കെട്ടുകൾ പോലും ഭീകരാക്രമണത്തിന് വിധേയമാകും. ഈ ഒരു സാഹചര്യത്തിൽ ഈ കരാറുമായിട്ട് മുൻപോട്ട് പോകാൻ സാധ്യമല്ല, ഇത് പുനഃപരിശോധിക്കണമെന്ന് ഇന്ത്യ പലതവണ ആവർത്തിച്ചിട്ടും പാകിസ്ഥാൻ തയ്യാറായില്ല. അപ്പോഴാണ് ഇപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു നയതന്ത്ര ഇടപെടൽ എന്ന രീതിയിലാണ്, ഒരു നയം എന്ന രീതിയിലാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്. അപ്പോൾ പറഞ്ഞത് ഇന്ത്യ ഈ ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കണം, ഇന്ത്യ ആവശ്യപ്പെടുന്ന ഭീകരവാദികളെ ഇന്ത്യക്ക് വിട്ടുതരണം, അല്ലാത്ത പക്ഷം സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ല എന്ന നിലപാടെടുത്തു. പക്ഷെ പാകിസ്ഥാൻ അതിന് വഴങ്ങിയില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പോലും നടത്തിയത്. അപ്പോൾ അപ്പം മുതൽ പാകിസ്ഥാൻ പറയുന്നുണ്ട് ഇവിടെ കുടിവെള്ള പ്രശ്നമാണ്, ഇത് പരിഹരിക്കണം എന്ന തരത്തിൽ. പക്ഷേ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പദ്ധതി ഈ സിന്ധു നദീജലത്തിൽ നിന്ന് ഉള്ള വെള്ളം അത് പൂർണ്ണമായും ഇന്ത്യക്ക് തന്നെ വിനിയോഗിക്കപ്പെടണം എന്നുള്ളതാണ്. കനാലുകൾ ഏതാണ്ട് ചെറുതും വലുതുമായി 18ഓളം കനാലുകളാണ് ഇതിനു വേണ്ടി നിർമ്മിക്കുന്നത്. ഈ വെള്ളം സിന്ധു നദിയിലെ വെള്ളം രാജസ്ഥാനിലേക്ക് എത്തിച്ച് അവിടെ ഇപ്പോൾ രാജസ്ഥാൻ നമുക്കറിയാമല്ലോ ഏറിയ പങ്കും മരുഭൂമിയുള്ള പ്രദേശമാണ്. അപ്പോൾ ആ രാജസ്ഥാനെ ഒരു കൃഷിഭൂമിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സങ്കല്പം. അത് സാധ്യതയുള്ള കാര്യമാണ്. കനാൽ വഴി അതിനുള്ള ഏതാണ്ട് 3 വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഇപ്പോൾ തന്നെ നേരത്തെ തന്നെ നിരവധി കനാലുകൾ നമ്മൾ മുൻകൂട്ടി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ഇനി പ്രസക്തമല്ല. ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് തന്നെ വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കപ്പെടും. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോഴും പല ലോകവേദികളിലും ഈ സിന്ധു നദിയിലെ കരാർ ഇന്ത്യക്കെതിരെ ആയുധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഐക്യരാഷ്ട്രസഭയിലെ വേദിയിലും പാകിസ്ഥാൻ അംബാസഡർ ഈ പാകിസ്ഥാൻ ഈ നദീജലത്തെ ഒരു യുദ്ധോപകരണമായിട്ട് ഉപയോഗിച്ചു എന്നാണ് അവിടെ വാദം ഉന്നയിച്ചത്. നമ്മുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവർ പരിഗണിക്കുന്നില്ല, വെള്ളം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളത്. അവിടെയും ഇന്ത്യയുടെ അംബാസഡർ കൃത്യമായൊരു നിലപാട് അവരെ അറിയിച്ചു. അതായത് ഏത് സാഹചര്യത്തിലാണ് ഈ കരാറിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോയത്, ആ പ്രശ്നങ്ങൾക്ക് ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല. നേരത്തെ പറഞ്ഞ കാരണങ്ങൾക്ക് തന്നെ, അതായത് അതിർത്തി കടന്നുള്ള ഭീകരവാദം അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ പാകിസ്ഥാൻ എന്ത് നടപടിയെടുത്തു അത് ഇന്ത്യയെ ബോധ്യപ്പെടുത്തുകൂടി വേണം. ചുമ്മാ വാക്കാൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എന്ത് നടപടിയെടുത്തു എന്നുള്ള കാര്യം ഇതുവരെ പാകിസ്ഥാൻ ബോധ്യമാക്കിയിട്ടില്ല. അതുകൊണ്ട് ഒരു സാഹചര്യത്തിലും ഈ കരാർ പുനഃസ്ഥാപിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത്.
വീണ്ടും കിട്ടുന്ന വേദികളിലെല്ലാം നേരത്തെ അതിനുശേഷം ഒരു UN-ന്റെ ഒരു സമിറ്റ് വന്നു, ഒരു സമ്മേളനം വന്നു. അവിടെയും ഈ വിഷയം പ്രസക്തമല്ലാതിരുന്നിട്ട് കൂടി ഈ വിഷയം പാകിസ്ഥാൻ ഉന്നയിച്ചു. അവിടെയും ഇന്ത്യ ഈ സമാനമായ മറുപടി തന്നെയാണ് കൊടുത്തത്. അപ്പോൾ ഒരു തരത്തിലും വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ രംഗത്ത് വന്നു, ഷഹബാസ് ഷെരീഫ് തന്നെ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്ത്യയുമായിട്ടുള്ള ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറാണ്. ഏത് വിഷയത്തിലും, അതിപ്പോൾ കാശ്മീർ വിഷയമാണെങ്കിലും ഭീകരവാദത്തിന്റെ പ്രശ്നമാണെങ്കിലും കുടിവെള്ളം സിന്ധു നദീജല കരാറാണെങ്കിലും ശരി, വ്യാപാര കരാറുകൾ സംബന്ധിച്ചാണെങ്കിലും ചർച്ചകൾക്ക് സന്നദ്ധമാണെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഇപ്പോൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ഇപ്പോഴും നമ്മൾ ഉന്നയിച്ച ആ വിഷയങ്ങളിൽ പരിഹാരം ഉണ്ടാകാതെ ഒരു തരത്തിലുമുള്ള ചർച്ചകൾക്ക് ഇല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ചർച്ച ഇനി നടക്കുമെങ്കിൽ തന്നെ അത് പാകിസ്ഥാനുമായിട്ട് നേരിട്ടായിരിക്കും, അവിടെ ഒരു മധ്യസ്ഥൻ ഉണ്ടാകില്ല. ബയലാറ്ററൽ ഡിസ്കഷൻസ്, അതായത് ഉഭയകക്ഷി ചർച്ചകൾ മാത്രം മതി എന്നുള്ളൊരു നിലപാട് ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ സിന്ധു നദീജല കരാറിനെ കുറിച്ച് നമുക്കിപ്പോൾ ഒരു ക്ലിയർ പിക്ചറായി. അതായത് നമ്മൾ കരുതിയിരുന്നത് ഒരു പക്ഷേ പാകിസ്ഥാനിലെ അവിടുത്തെ ജനങ്ങളെ കരുതി, അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തെ കരുതി ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ച ഇന്ത്യ ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ അമിത്ഷാ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, ഈ കരാറിൽ ഇനി ഒരു പിന്നോട്ട് പോക്കില്ല, അത് പൂർവ്വസ്ഥിതിയിലാകില്ല, ആ വെള്ളം പാകിസ്ഥാൻ ഇനി ആഗ്രഹിക്കണ്ട. ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ നയതന്ത്ര പ്രഹരം എന്ന് പറയുന്നത് അവർ ചിന്തിക്കുന്ന കാര്യം പോലെയല്ലേ. ഇതിനു മുൻപ് തന്നെ നമ്മൾ ഒരുപാട് യുദ്ധങ്ങൾ പാകിസ്ഥാൻ നമ്മളെ അടിച്ചപ്പോൾ നമ്മൾ തിരിച്ചു നൽകിയിട്ടുണ്ട്. ആ സമയത്തൊന്നും നമ്മൾ നയതന്ത്ര പ്രഹരം കൊടുത്തിട്ടില്ല. പക്ഷെ ഇത് നരേന്ദ്രമോദി എല്ലാ കണക്ക് കൂട്ടലുകളും കൂടി തന്നെയാണ്. കാരണം ഇനി ഭീകരവാദത്തെ പാകിസ്ഥാൻ വളർത്തരുത്, അതിനുള്ള ഏറ്റ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഇതിനു മുമ്പുള്ള ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരുന്ന പരിപാടി എന്താണെന്നറിയാമോ? ഇന്ത്യ UN-ൽ പോയിട്ടോ മറ്റോ ഒരു പ്രമേയം അവതരിപ്പിക്കും, അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെ വിളിച്ച് പറയും ഈ പാകിസ്ഥാൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു, ക്രിക്കറ്റ് കളി നിർത്തിവെക്കും, ബോർഡർ അടയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ ബോർഡർ തുറക്കും, ക്രിക്കറ്റ് കളി പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ചില വേദികളിലൊക്കെ ആണ്. പക്ഷെ ഇപ്പോൾ അതങ്ങനെയല്ല, ഇപ്പോൾ ഒന്നുമില്ല. ഇതേപോലെ നയതന്ത്ര ബന്ധങ്ങൾ പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ക്രിക്കറ്റ് പണ്ടേ ഇല്ല, ഇപ്പോൾ ഒട്ടുമില്ല. പിന്നെ ഇതേപോലെയുള്ള നിർണായക കരാറുകളിൽ നിന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ അല്ലെങ്കിൽ സംഘർഷങ്ങൾ മുൻപുണ്ടായപ്പോൾ പോലും ഈ സിന്ധു നദീജല കരാറിൽ ആരും കൈവച്ചിരുന്നില്ല. കാര്യം അതൊരു മാനുഷിക പ്രശ്നമാണെന്നുള്ള പരിഗണന നൽകി നമ്മളത് മാറ്റി വെച്ചിരുന്നു. അത് മാത്രമല്ല, ഈ വെള്ളം തടഞ്ഞു വെച്ചാലും അത് ഒരു പരിധിക്കപ്പുറം നമുക്ക് തടഞ്ഞു വെക്കാൻ സാധിക്കില്ലല്ലോ. വെള്ളം ഒഴുകുന്നത് തന്നെ ഒഴുകും. കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അപ്പാരിവൻ സ്റ്റേറ്റ് ആണ്. അതായത് ഉയർന്ന പ്രദേശവും താഴ്ന്ന പ്രദേശവും. ഇപ്പം മേളിൽ നിന്ന് വെള്ളം താഴോട്ട് ഒഴുകുക തന്നെ ചെയ്യും. പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് അതിനൊരു പ്ലാൻ B ഉണ്ട്. ഈ വെള്ളം നമുക്ക് തന്നെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ വലിയ കനാൽ ശൃംഖലകൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വെള്ളം ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം ഇനി പ്രസക്തമല്ല. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, നമ്മളത് പൂർണ്ണമായി വിനിയോഗിക്കും. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇന്ത്യ എടുത്തിരിക്കുന്ന കടുത്ത നിലപാട് അത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനി അത്ര പെട്ടെന്ന് അത് പരിഹരിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. ഈ ആഭ്യന്തര കലകം ഇതുമൂലം പാകിസ്ഥാൻ വലിയ രീതിയിൽ അനുഭവിക്കേണ്ടി വരില്ലേ? ഉറപ്പായിട്ടും. ഇതിനോടകം തന്നെ അവിടെ ഈ കുടിവെള്ള പ്രശ്നം അല്ലെങ്കിൽ കൃഷി നശിച്ചതുമായി ബന്ധപ്പെട്ട് ആളുകൾ ഇതിനോടകം തന്നെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അത് സർക്കാർ വിരുദ്ധ അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന ആ സമയത്ത് പോലും പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ അവിടെ ജനങ്ങൾ പ്രതിഷേധമായി രംഗത്ത് വന്നിരുന്നു. അതിന്റെ കാരണം അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും വെള്ളം കിട്ടുന്നില്ല. ഈ ജനങ്ങളെ സംബന്ധിച്ച് യുദ്ധമല്ലല്ലോ, ജീവിക്കാനുള്ള സാഹചര്യമാണല്ലോ പ്രധാനം. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതോപാധികൾ നടക്കുന്നില്ല, അവരുടെ ദൈനംദിന കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലുമുള്ള സാഹചര്യം ഒരുങ്ങുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കും. അത്തരത്തിലുള്ള അസ്വസ്ഥത, അതായത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ ഇരട്ട പ്രഹരമാണ്. ഇന്ത്യ നൽകിയിരിക്കുന്ന ഈ പറയുന്ന നയതന്ത്രപരമായ പ്രഹരത്തിനുപരി രാജ്യത്തിനകത്ത് അവർ നേരിടുന്ന വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. ഇത്തരം സ്വന്തം ജനങ്ങൾ തന്നെ സർക്കാരിനെതിരെ രംഗത്ത് വരിക, ആ രീതിയിൽ വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടിലായിട്ടുണ്ട് ആ സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് താണ് വീണ് കേണ് പലതവണയായിട്ട് അവർ നമ്മളോട് കത്തയക്കുന്നു, പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് അഭ്യർത്ഥിക്കുന്നു. പക്ഷേ ഇന്ത്യ എടുത്ത നിലപാട് അത് സുസ്ഥിരമായി നിൽക്കുന്നു, അതിലൊരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടുമില്ല. അതെ.